പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. രാത്രി നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ? കർത്താവിനോട് പറ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത്ഭുതമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം, കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഈ പ്രഭാതി സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. സങ്കീർത്തനക്കാരൻ പറയാം, 43-ാം സങ്കീർത്തനം 4-5 വാക്യം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൻ്റെ മുഖപ്രകാശ രക്ഷയും ഓ എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്കൊരുമിച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ നല്ല ഞായറാഴ്ച ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ, ഇതൊരു അടയാളത്തിൻ്റെ ദിവസമായി മാറട്ടെ, ദൈവപ്രവൃത്തി ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന ദിവസമായി മാറട്ടെ. കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ഇത് കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, അവരുടെ ജീവിതത്തിൽ നന്മകൾ അനുഭവിപ്പാനിട വരണം. കർത്താവെ, ഈ പ്രഭാത സന്ദേശം മുഖാന്തരം ഇവരുടെ ജീവിതത്തിൽ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുവാനിട വരട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ മുഖം ചൊറിയുന്ന അനുഭവങ്ങൾ, ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഖം ചൊറിയുന്ന അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത വരട്ടെ. അത് മുഖാന്തരം മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ ശാരീരികമായ മറ്റെല്ലാ ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് സൗഖ്യമാക്കാൻ മതിയായവനാണ്, വിടുവിക്കുവാൻ ശക്തനാണ്. അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പൂർണ്ണ ആരോഗ്യവും ദൈവിക സ്വസ്ഥതയും വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുക. വലിയ കൊയ്ത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ആമേൻ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് കർത്തൃ ദിവസമാണ്. ലോകമെമ്പാടും ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, നടക്കാനിരിക്കുന്നു, നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കർത്താവിൻ്റെ പ്രത്യേക മഹത്വം എല്ലായിടത്തും കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ ഗ്രേസ് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷെ നാളെ 23-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ആമേൻ 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ വന്ന് പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് സങ്കീർത്തനം 16-ന്റെ വാക്യമാണ്. 16 Psalm 16:11 അതിൻ്റെ അവസാനത്തെ വാക്യം, ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും അങ്ങയുടെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും അല്ലെങ്കിൽ സന്തോഷവും ഉണ്ടല്ലോ.
ആമേൻ. കർത്താവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിച്ചത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ആമേൻ. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടത്. ഒരു മത്സ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ മത്സ്യത്തിന് ഏറ്റവും വിലപ്പെട്ടത് വെള്ളമാണ്. വെള്ളത്തിൽ കിടന്നെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ കഴിയുള്ളൂ. ഇതുപോലെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, എന്നെ വിടുന്നെങ്കിൽ, എന്നെ അയക്കുന്നെങ്കിൽ നിൻ്റെ സാന്നിധ്യവും എൻ്റെ കൂടെ വേണം. ആമേൻ. കാരണം ദൈവ സാന്നിധ്യമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ദൈവ സാന്നിധ്യമാണ് നമ്മളെ അത്ഭുതമാക്കുന്നത്. ദൈവ സാന്നിധ്യമാണ് നമ്മളെ ശക്തരാക്കുന്നത്. ദൈവ സാന്നിധ്യമാണ് മറ്റു പലർക്കും ഇല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പലർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്താണ് അവൻ പ്രത്യേക ഫേവർ വെളിപ്പെടുന്നത്, പ്രത്യേക ഗ്രേസ് വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ആമേൻ. എന്തു വേണം? ദൈവത്തിൻ്റെ സന്തോഷം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെതെല്ലാം വെളിപ്പെടുന്നത് എപ്പോഴാണ്? ദൈവ സാന്നിധ്യത്തിലാണ്. പക്ഷേ നമുക്കിതെല്ലാം ആവശ്യമാണ്. നമുക്ക് പറയും, കർത്താവ് എനിക്ക് പ്രത്യേക വിസ്ഡം വേണം, ഗ്രേസ് വേണം, ഫേവർ വേണം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കണം, ശുശ്രൂഷിക്കണം. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ആ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ ദൈവത്തിൽ നിന്നുള്ള ഒന്നും നമുക്ക് പുറമേന്ന് എടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വിസ്ഡമോ ഫേവറോ ഗ്രേസോ ഇതൊന്നും നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുവാനോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കുവാനോ ഒന്നും സാധ്യമല്ല. കാരണം ഇതെല്ലാം കർത്താവിൻ്റെ പ്രസൻസിൻ്റെ കൂടെ ഉള്ളതാണ്. ഈ ഫേവറും ഗ്രേസും എല്ലാം, വിസ്ഡവും പ്രൊട്ടക്ഷനും എല്ലാം കർത്താവിൻ്റെ പ്രസൻസിനകത്തുള്ളതാണ്. അപ്പോൾ ദൈവിക സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഈ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നമ്മൾ പറയും വിസ്ഡം വേണം, അത് വേണം, കർത്താവിൽ നിന്ന് എനിക്ക് അത് വേണം. പക്ഷേ നമ്മൾ പ്രസൻസിനെ വാല്യൂ ചെയ്യാൻ തയ്യാറാകാറില്ല. ഇപ്പോൾ ഒരു വലിയ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരാൾ നടക്കുകയാണെങ്കിൽ ആ ആളിനൊരു പ്രത്യേക വിലയുണ്ടല്ലേ. ആ ആളിനോട് നമ്മൾ പറയും, എൻ്റെ കാര്യമൊന്ന് പ്രധാനമന്ത്രിയോടൊന്ന് പറഞ്ഞേക്കണം. കാരണം നമുക്ക് മനസ്സിലായി ഇദ്ദേഹവും ആ പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ബന്ധമാണ്, അല്ലെങ്കിൽ ആ ലീഡറുമായിട്ട് നല്ല ബന്ധമാണെന്നൊരു ബോധ്യം വന്നു. ഇതുപോലെ ആ ദൈവ സാന്നിധ്യത്തിൽ ഒരാൾ നടക്കുകയാണെങ്കിൽ, പ്രസൻസിനാൽ നടക്കുന്ന വ്യക്തിക്ക് ആ ദൈവവുമായിട്ട് എന്തും കോൺവെർസേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വളരെ വിലപിടിപ്പുള്ളൊരു കാര്യം നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. ഏറ്റവും വിലപിടിപ്പുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായ നമ്മുടെ സമയം നമ്മൾ കർത്താവിൻ്റെ കൂടെ കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ വിലപിടിപ്പുള്ള ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുള്ളൂ. കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് എല്ലാമുണ്ട്. സന്തോഷമുണ്ട്, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, ദൈവിക അനുഗ്രഹങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനവും ബുദ്ധിയും എല്ലാം, ഫേവറും ഗ്രേസും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യും. പക്ഷേ അത് ഏതിനകത്താണ് വെളിപ്പെടുന്നത്? പ്രസൻസിനകത്താണ് വെളിപ്പെടുന്നത്. എല്ലാവർക്കും അത് ആവശ്യമാണ്. പക്ഷെ നമ്മളാരും പ്രസൻസിനെ സ്വീകരിക്കുന്ന സമയം, ടൈം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെല്ലാം വളരെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനെ നമ്മൾ സ്ട്രിക്റ്റ് ടൈമിങ് വെച്ചിരിക്കുന്നവർ. അതായത് 1 മണിക്കൂറിൽ കൂടുതൽ പറ്റത്തില്ല, അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സമയം ക്ലിപ്തത വെച്ച് ലിമിറ്റഡ് ആക്കി കളഞ്ഞിരിക്കുക. ബാക്കി എൻജോയ്മെൻറ്റിന് വേണ്ടി, TV കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ഒരിടത്തൊക്കെ പോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയ 4, 5, 6 മണിക്കൂറുകൾ സംസാരിച്ചിട്ടും നമുക്ക് തീരുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴോ നമ്മൾ സമയം നോക്കി ലിമിറ്റ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത്. ചർച്ചിൽ പോയാലും ഏത് കാര്യങ്ങളാണെങ്കിലും ദൈവകാര്യത്തിൽ നമ്മൾ ടൈം ക്ലിപ്തത വളരെ ലിമിറ്റഡ് ആക്കിയിരിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്, ഇതൊന്നും നോക്കാതെ ദൈവത്തോടു കൂടെ ഇരിപ്പാൻ സമയം ചെലവഴിക്കുവാൻ. മോശ 40 രാവും പകലും പർവ്വതത്തിൽ ദൈവത്തോടു കൂടെ ഇരിക്കുകയായിരുന്നു. മോശ സമയം നോക്കിയില്ല. മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ മുഖത്ത് വ്യത്യാസം കണ്ടു. മോശ ഇത്രയും ജനത്തെ നയിക്കാൻ മോശയ്ക്ക് വിസ്ഡം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ 30 ലക്ഷത്തിൽ പരം ജനത്തെ നടത്താൻ മോശയ്ക്ക് കഴിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതെല്ലാം സാന്നിധ്യത്തിനകത്തു നിന്ന് ലഭിക്കുന്നതാണ്. പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു സമയാസമയങ്ങളിൽ പിതാവിൻ്റെ കൂടെ മാറിയിരുന്ന് ആ സാന്നിധ്യത്തെ എൻജോയ് ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക, സമയം വളരെ പ്രാധാന്യമാണ്. ദൈവത്തോടു കൂടെ ഇരിക്കുന്ന സമയം, അതിന് നമ്മൾ സമയം കണ്ടെത്താമെങ്കിൽ കൂടുതലും കാര്യങ്ങളൊന്നും പറയണ്ട. കർത്താവിൻ്റെ ഫേവറും ഗ്രേസും, കർത്താവിൻ്റെ പവറും നേച്ചറും എല്ലാം, അതോറിറ്റി എല്ലാം നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും.
ഇന്ന് പ്രഭാതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക. ഒരു കൃത്യമായ ഒരു ടൈം കണക്ക് കൂട്ടി നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ദൈവസന്നിധിയിലിരിക്കണം. അനാവശ്യമായി ഈ ലോകത്തിൽ ടി വിയുടെ മുമ്പിലും ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലും സോഷ്യൽ മീഡിയയുടെ മുമ്പിലും ഒക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് വാല്യുബിളായ ഒരു കാര്യവും തരുന്നില്ല. കുറച്ച് നേരം ചിലപ്പം ചിന്തിക്കാം, ചിലപ്പം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നത് പോലെ മറ്റെങ്ങൂന്നും നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിട്ടുന്ന അവസരങ്ങൾ കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥനയിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവവചനം ധ്യാനിക്കുന്നതിലും കൂട്ടായ്മ കൂടുന്നതിനുമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ആ സാന്നിധ്യത്തിനകത്തുള്ള നന്മകളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു ഡിസിഷൻ എടുക്കണം. ഐ നീഡ് മോർ ഓഫ് ഹിസ് പ്രസൻസ്. എനിക്ക് ആ ദൈവത്തിൻ്റെ കൂടിയ സാന്നിധ്യം വേണം. കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യും, ഭാര്യയെ ട്രെയിൻ ചെയ്യും, ഭർത്താവിനെ ട്രെയിൻ ചെയ്യും. എന്തിനു വേണ്ടി? ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. നിശ്ചയമായിട്ടും അവർ നശിച്ചു പോകത്തില്ല. അവരിൽ പ്രസൻസ് വെളിപ്പെടുമ്പോൾ, അവർ പ്രസൻസിൽ ആയിരിക്കുമ്പോൾ അവരുടെ മേൽ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകും. മറ്റാർക്കും ഇല്ലാത്തത് നിങ്ങൾക്ക് വേണോ? മറ്റാരും ചെയ്യാത്തത് നിങ്ങൾക്ക് ചെയ്യണോ? മറ്റാരും പറയാത്ത വിസ്ഡം നിങ്ങളിലൂടെ വെളിപ്പെടണോ? ഇതിനെല്ലാം ദൈവ സാന്നിധ്യം ആവശ്യം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സഭയാം കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഈ അന്ത്യകാലത്ത് എൻകറേജ് ചെയ്യുകയാണ്. സാന്നിധ്യത്തെ കൊതിക്കുക, സാന്നിധ്യത്തെ വാഞ്ചിക്കുക, സാന്നിധ്യത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുക. എന്നാ വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം, ദൈവവചനം ധ്യാനിക്കാൻ സമയമെടുക്കണം, കൂട്ടായ്മകൾക്ക് സമയം കൊടുക്കണം. അതാണ് ഇന്ന് ഈ അന്ത്യകാലത്ത് ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരും അങ്ങനെ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നതും അതിന് വില കൊടുക്കുന്ന സമയം കൊടുക്കുവാൻ തയ്യാറുമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞ കവിയും. നന്മയും കാരണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.